സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സൂപ്പർ ചമ്മന്തി പൊടി ഉണ്ടാക്കാം. ഇത് വളരെ കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ചമ്മന്തി പൊടിയാണ്. ഇനി ചമ്മന്തി പൊടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. ഇത് 50 ഗ്രാം ഉണക്ക ചെമ്മീനാണ്. ഇതിൻ്റെ തലയും വാലും കാലുമെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. നല്ലതുപോലെ കഴുകണം, അല്ലെങ്കിൽ മണ്ണുണ്ടാകും. ഇനി നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. വറുത്ത ശേഷം കഴുകുന്നതാണ് നല്ലത്. ഓയിൽ ഒഴിക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്താൽ എണ്ണ കാറിപ്പോകും. അത് മാറ്റി വെച്ച ശേഷം 10-15 വറ്റൽമുളകിട്ട് വറുത്തെടുക്കാം. എല്ലാം എണ്ണ ചേർക്കാതെയാണ് വറുത്തെടുക്കേണ്ടത്. എല്ലാം അധികം മൂത്തു പോകാതെ വറുത്തെടുക്കണം, എന്നാലാണ് നല്ല സ്വാദുണ്ടാവുക. വറുത്തെടുക്കുന്ന ഓരോന്നും വേറെ വേറെ ചൂടിലായിരിക്കും ആയി വരിക. ഇനി ഇതുണ്ടാക്കാൻ വേറെ എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. അരമുറി തേങ്ങയും 10-12 ചെറിയ ചുവന്നുള്ളിയും 1 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 3-4 തണ്ട് കറിവേപ്പിലയും വേണം. ഇതുണ്ടെങ്കിൽ കഞ്ഞിക്കും ചോറിനും എല്ലാം സൂപ്പറാണ്. ഇതെല്ലാം വേറെ വേറെ വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒന്നിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്.
ഒന്നിച്ച് വറുക്കുമ്പോൾ ശ്രദ്ധാപൂർവം വറുത്തെടുക്കണം. അത് ഓരോന്നിൻ്റെയും മൂപ്പ് നോക്കി വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളമൊന്നുമില്ലാത്ത രീതിയിൽ നല്ലതുപോലെ വറുത്തെടുത്താൽ ഇത് കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. ഇനി വറുത്ത് മാറ്റിവെച്ച എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കാം. സാധാരണ ഇത് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തയക്കാറാണ് പതിവ്. ഇനി ഇത് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം. നന്നായി പൊടിക്കേണ്ട ആവശ്യമില്ല. ഇത് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി വറുത്ത് മാറ്റിവെച്ച എല്ലാ കൂട്ടുകളും ഒന്നിച്ചിട്ട് ഇളക്കിയെടുക്കാം. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങളും ഒന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.